ആനയെഴുന്നള്ളിപ്പിന് ഹൈക്കോടതി ഏർപ്പെടുത്തിയ മാർഗനിർദ്ദേശങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ഉത്തരവ് പ്രായോഗികമല്ലെന്ന് സുപ്രീംകോടതി. ദേവസ്വങ്ങളുടെ ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ്. ആന എഴുന്നള്ളിപ്പ് സുപ്രീംകോടതി ഉത്തരവ് സ്വാഗതം ചെയ്ത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. നിയമനിർമ്മാണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ദേവസ്വങ്ങൾ. അമിതമായ വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കാതെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാത്മകമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന വിധമാണ് സിപിഎം കേരളത്തിൽ വർഗീയ കാർഡിറക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തൃശൂരിൽ എക്സൈസിന്റെ വൻ മയക്കുമരുന്ന് വേട്ട. രണ്ടിടങ്ങളിൽ നിന്നായി 32 ഗ്രാം MDMA പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിൽ. ചാവക്കാട് ബീച്ചിൽ വീണ്ടും ശക്തമായ വേലിയേറ്റം. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൌണ്ട് വെള്ളത്തിൽ മുങ്ങി. തുടർച്ചയായുള്ള വേലിയേറ്റം മൂലം തീരദേശവാസികൾ ആശങ്കയിൽ. മുല്ലശ്ശേരി KLDC കനാലിലേക്ക് പുഴയിൽ നിന്നും വീണ്ടും ഉപ്പുവെള്ളം കയറുന്നതായി കർഷകരുടെ പരാതി. മുല്ലശ്ശേരി വെങ്കിടങ്ങ് പറപ്പൂർ അടാട്ട് മേഖലയിലെ 10,000 ഏക്കർ നെൽകൃഷി പ്രതിസന്ധിയിൽ. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നമസ്കാരം. വാർത്തകൾ വിശദമായി. ആനയെഴുന്നള്ളിപ്പിന് ഹൈക്കോടതി ഏർപ്പെടുത്തിയ മാർഗനിർദ്ദേശങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ചട്ടങ്ങൾ പാലിച്ച് ആനയെഴുന്നള്ളിപ്പ് നടത്താമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് പ്രായോഗികമല്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കില്ലെന്നും വ്യക്തമാക്കി. ദേവസ്വങ്ങളുടെ ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീംകോടതി നോട്ടീസ് നൽകി. ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ആനയെഴുന്നള്ളിപ്പ് വിഷയത്തിൽ ഹൈക്കോടതിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി. മൃഗാവകാശങ്ങളുടെ പേരിൽ ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് സുപ്രീംകോടതി. 3 മീറ്റർ അകലം പാലിക്കണമെന്ന് ആനകളോട് എങ്ങനെ നിർദ്ദേശിക്കാനാകും എന്ന് സുപ്രീംകോടതി ആരാഞ്ഞു. മൃഗാവകാശങ്ങളുടെ പേരിൽ ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെയും സുപ്രീംകോടതി വിമർശിച്ചു. ചട്ടങ്ങളിൽ പോരായ്മയുണ്ടെങ്കിൽ അത് സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടി സ്വീകരിക്കുകയാണ് വേണ്ടിയിരുന്നതെന്നും ശൂന്യതയിൽ നിന്ന് ചട്ടങ്ങൾ രൂപവൽക്കരിക്കാനാകില്ലെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖയിലെ നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ലെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. മനുഷ്യരുടെ നീക്കങ്ങൾ പോലും പ്രവചിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ആനകളുടെ നീക്കം പ്രവചിക്കാൻ സാധിക്കുക? പകൽ 9 മണി മുതൽ 5 മണി വരെ ആനയെഴുന്നള്ളിപ്പ് പാടില്ലെന്ന ഹൈക്കോടതി നിർദ്ദേശവും അപ്രായോഗികമാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. പകൽ സമയങ്ങളിലാണ് എഴുന്നള്ളിപ്പ് നടക്കുന്നത്. കർണാടകത്തിലും മറ്റും കാട്ടാനകളുടെ സഞ്ചാരം വൈദ്യുതി വേലികൾ ഉപയോഗിച്ച് തടയുകയാണ്. ഇത് മൃഗസ്നേഹികളുടെ സംഘടനകൾ തടയുന്നില്ലേയെന്നും സുപ്രീംകോടതി ആരാഞ്ഞു. മൃഗാവകാശങ്ങളുടെ പേരിൽ ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശരിയല്ല. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ആനകൾക്കോ ഭക്തർക്കോ എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വങ്ങൾക്കായിരിക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. TCV തൃശൂർ. ആനയെഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ സ്റ്റേ ചെയ്ത സുപ്രീംകോടതി ഉത്തരവ് സ്വാഗതം ചെയ്ത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. അതേസമയം നിയമനിർമ്മാണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും ദേവസ്വങ്ങൾ. ആനയെഴുന്നള്ളിപ്പിൽ കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ഇരു ദേവസ്വങ്ങളുടെയും വേലകളും പൂരവും അടുത്തിരിക്കെയുണ്ടായ വിധി ഏറെ ആശ്വാസവും സന്തോഷവും നൽകുന്നതാണെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് പറഞ്ഞു. വലിയ സന്തോഷമുണ്ട്. വളരെയധികം കമ്മിറ്റിക്കാരും എല്ലാവരും വളരെ ഹാപ്പിയാണ്. സുപ്രീം കോടതിയുടെ എപ്പോഴും നിലപാട് ഫെസ്റ്റിവിറ്റീസ് അതുപോലെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഇടപെടില്ല എന്നുള്ളതാണ്. അത് എങ്ങനെയായിരുന്നു അതേപോലെ തുടർന്ന് പോകണം. അപ്പോൾ ആനകളെ നന്നായി നോക്കണം, പരിചരിക്കുക. ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. അത് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം ഗുരുവായൂർ കൊച്ചിൻ ദേവസ്വം ബോർഡുകൾ ഏകാദശി ഉത്സവാഘോഷങ്ങൾ പതിവ് ആചാരപ്രകാരം നടത്താത്തതിന് അദ്ദേഹം വിമർശിച്ചു. ഇവിടുത്തെ വിശ്വാസികൾ മുഴുവൻ വലിയ സങ്കടത്തിലായിരുന്നു. തൃപ്പൂണിത്തുറ ഉത്സവം അലങ്കോലപ്പെടുത്തിയതിനും അതുപോലെ തന്നെ ഗുരുവായൂർ ഏകാദശിക്ക് അകമ്പടി ആനകളും പോലും ഇല്ലാണ്ടാണ് എഴുന്നള്ളിച്ചത്. അത് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ്. എല്ലാ വിഭാഗങ്ങൾക്കും സന്തോഷം നൽകുന്ന വിധിയാണെന്ന് തിരുവമ്പാടി ദേവസ്വം ജോയിന്റ് സെക്രട്ടറി P. ശശിധരൻ പറഞ്ഞു. എല്ലാ ക്ഷേത്രങ്ങളെയും എല്ലാ പള്ളിപ്പെരുന്നാളുകളിൽ പള്ളി നേർച്ചകളെയും ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് സുപ്രീം കോടതി അന്തിമമായിട്ട് ഇപ്പോൾ ഒരു വിധി പറഞ്ഞ് സ്റ്റേ തന്നിരിക്കുന്നതാണ്. വലിയ ആഹ്ലാദമാണ്. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരും ഇതിൽ ചെവിക്കൊള്ളണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ഭാവിയിലും ഉണ്ടായേക്കാവുന്ന ഇത്തരം പ്രതിസന്ധികൾ മറികടക്കാൻ
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന ആവശ്യം ഇരു ദേവസ്വങ്ങളും ആവർത്തിച്ചു. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കാനായിട്ട് ഒരു ബില്ല് പാസ്സാക്കണം. ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബില്ല് കൊണ്ടുവന്ന് അത് പാസ്സാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. വിധി അനുകൂലമായതോടെ വേല പൂരം ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഇരു ദേവസ്വങ്ങളും. ജനുവരി 3 പാറമേക്കാവിലും 5 തിരുവമ്പാടിയിലും വേലയാഘോഷമാണ്. TCV തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിളക്കെഴുന്നള്ളിപ്പിന് 3 ആനകളെ എഴുന്നള്ളിപ്പിക്കണമെന്ന് ആവശ്യമുയരുന്നു. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് ശിവേലി വിളക്കെഴുന്നള്ളത്ത് നേരത്തെ നിലനിന്ന പോലെ തന്നെ നടത്തണമെന്ന് ആവശ്യമുയരുന്നത്. ആനകളും ആളുകളും തമ്മിലുള്ള അകലം, ആനയും തീപ്പന്തങ്ങളും തമ്മിലുള്ള അകലം എന്നിവയെല്ലാം ഹൈക്കോടതി നിർദ്ദേശിച്ച നിബന്ധനകൾ പാലിച്ചാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടത്തുന്നത്. ഗജരാജൻ കേശവൻ അനുസ്മരണത്തിലും ആനകളുടെ എണ്ണം ചുരുക്കിയിരുന്നു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പരിമിതപ്പെടുത്തിയ ആന എഴുന്നള്ളിപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് പൈതൃകം ഗുരുവായൂർ പെരുമാ സമിതി ആവശ്യപ്പെട്ടു. പൈതൃകം ഗുരുവായൂർ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷനായിരുന്നു. ഗുരുവായൂർ ദേവസ്വം റിട്ടയർഡ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ആർ നാരായണൻ വിഷയാവതരണം നടത്തി. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പൂരപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ നഗരത്തിൽ പ്രകടനം നടത്തി. മണികണ്ഠനാൽ പരിസരത്തു നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം സ്വരാജ് റൌണ്ട് ചുറ്റി കോർപ്പറേഷന് മുന്നിൽ സമാപിച്ചു. മുത്തുകുടയും ആലവട്ടവും വെഞ്ചാമരവും നെറ്റിപ്പട്ടവുമായി നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് പൂരപ്രേമി സംഘ ഭാരവാഹികളായ വിനോദ് കണ്ടേങ്കാവിൽ, നന്ദൻ വാഗയിൽ, കൌൺസിലർ N പ്രസാദ്, പാറമേക്കാവ് മേളപ്രമാണി കിഴക്കൂട്ടനിയന്മാരാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അമിതമായ വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കാതെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാത്മകമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും AICC വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ INTUC ജില്ലാ ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട് സർക്കാർ വൈദ്യുതി താരിഫ് വർദ്ധിപ്പിച്ചതുപോലെ ഇവിടെയും നടപ്പാക്കണം. അമിതമായ ചാർജ് വർധനവിന് പിന്നിൽ വൻ അഴിമതിയാണ്. വൈദ്യുതി മന്ത്രി വെറും നോക്കുകുത്തിയാണെന്നും അദ്ദേഹത്തിന്റെ മൗനം ദുരൂഹമാണെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ ഇന്ന് വൈദ്യുതി ചാർജ് അമിതമായി വർദ്ധിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം UDF ഗവൺമെന്റ് കാലത്ത് ഒപ്പിട്ട ദീർഘകാല കരാർ റദ്ദ് ചെയ്തതുകൊണ്ടാണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ താരിഫ് വർധനമുണ്ടായപ്പോൾ ചെയ്ത അതേ മാതൃക കേരളത്തിൽ തുടരാൻ ഗവൺമെന്റ് തയ്യാറാകേണ്ടതാണ്. ഇന്ത്യയിലെ സ്വകാര്യ വൈദ്യുതി നിർമ്മാണ കമ്പനികൾക്ക് കേരളത്തെ കൊള്ളയടിക്കാൻ ഉള്ള അവസരമാണ് ഈ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കറവ പശുവാണ് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മാനദണ്ഡങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് സ്വാഗതാർഹമാണെന്ന് ചെന്നിത്തല പറഞ്ഞു. ഹൈക്കോടതി വിധി വസ്തുതകൾ മനസ്സിലാക്കാതെ ഉണ്ടായതാണെന്ന് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. പരീക്ഷാ പേപ്പറുകൾ ചോരുന്നത് ഗുരുതര സംഭവമാണെന്നും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിശ്വാസമില്ലാതാകുമെന്നും ചെന്നിത്തല പറഞ്ഞു. മണിയാറിലെ കാർവറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിന്റെ BOT കാലാവധി 30 വർഷമാണ്. ആ 30 വർഷം കഴിഞ്ഞിട്ട് 25 വർഷം കൂടി നീട്ടിക്കൊടുക്കാൻ മുഖ്യമന്ത്രി തലത്തിലെ ചർച്ചകളുടെ വെളിച്ചത്തിൽ തീരുമാനമെടുത്തു എന്നാണ് അറിയുന്നത്. പക്ഷെ വൈദ്യുതി മന്ത്രി പറയുന്നു ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തീരുമാനം അങ്ങനെയല്ല. ഇതുപോലെ BOT കരാറുകൾ ഇനിയും ദീർഘിപ്പിച്ചാൽ വിഴിഞ്ഞം പദ്ധതി നീട്ടിക്കൊടുക്കേണ്ടി വരും. 12ഓളം പുതിയ നേരത്തെ ഒപ്പിട്ടിട്ടുള്ള ജലവൈദ്യുത പദ്ധതികൾ നീട്ടിക്കൊടുക്കേണ്ടി വരും. സംസ്ഥാനത്തെ ജനങ്ങൾ വൈദ്യുതി ക്ഷാമം മൂലം പ്രതിസന്ധി നേരിടുമ്പോൾ ഈ കരാറുകൾ നീട്ടിക്കൊടുക്കാതെ ഈ കരാറുകൾ ഏറ്റെടുത്ത് ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാനുള്ള ബാധ്യതയുള്ള ഗവൺമെൻറ് സ്വകാര്യ മുതലാളിമാർക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നത് അഴിമതിയാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമാണ്. NSS മന്നം ശതാബ്ദിക്ക് തന്നെ ക്ഷണിച്ചത് ആഹ്ലാദകരമാണ്. അതിൽ തീർച്ചയായും സന്തോഷപൂർവ്വം പങ്കെടുക്കും. അംബേദ്കർക്കെതിരായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശത്തിൽ ശക്തമായ അമർഷം രേഖപ്പെടുത്തുന്നുവെന്നും അമിത്ഷാ പരാമർശം പിൻവലിച്ച് മന്ത്രിസ്ഥാനം രാജിവെച്ചൊഴിയണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. തൃശൂരിൽ DCC പ്രസിഡന്റ് ഇല്ലല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതിന് INTUC പ്രസിഡന്റ് ഉണ്ടല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തമാശ കലർന്ന മറുപടി.
TCV ന്യൂസ് തൃശൂർ. സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന വിധമാണ് CPM കേരളത്തിൽ വർഗീയ കാർഡ് ഇറക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേവലം തെരഞ്ഞെടുപ്പ് വിജയത്തിനായി മതേതരത്വത്തിൽ കോൺഗ്രസും UDFും ഒരിക്കലും വെള്ളം ചേർക്കില്ലെന്നും സതീശൻ. കോൺഗ്രസ് INTUC നേതാവും MLAയുമായിരുന്ന PR ഫ്രാൻസിസ് ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഒല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനമ്പം വിഷയത്തിലടക്കം മതപരമായ ഭിന്നിപ്പുണ്ടാക്കാനാണ് സംഘപരിവാറിന്റെ ശ്രമം. ഇതിന് ഒത്താശ ചെയ്യുകയാണ് CPM. കോൺഗ്രസ് ഉള്ള കാലം അതിന് സമ്മതിക്കില്ല. ഇവിടെ സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ CPM വർഗീയ കാർഡ് ഇറക്കുന്നത്. അവരാളുകളെ ഭിന്നിപ്പിക്കാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അതിന് കുടപിടിച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ CPMഉം കേരളത്തിലെ ഭരണകൂടവും. കേവലം തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി നമ്മുടെ മതേതര നിലപാടിൽ വാക്കാണ്. ഒരു കാരണവശാൽ വെള്ളം ചേർക്കില്ല. അധികാരം പിടിച്ചെടുക്കുക എന്നതിനേക്കാൾ വലുതാണ് വർഗീയതയെ രാജ്യത്ത് കുഴിച്ചു മൂടുക എന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിന് ദേശീയ തലത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരം പിടിച്ചെടുക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് വർഗീയതയെ നമ്മുടെ രാജ്യത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടുക എന്നത്. ഏത് വർഗീയതയാണെങ്കിലും, ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും അതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനവും നമ്മുടെ ഭാഗത്തു നിന്നില്ല. അടിമുടി കോൺഗ്രസുകാരനായ PR ഫ്രാൻസിസ് പുതിയ തലമുറയ്ക്ക് മാതൃകയാണെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. പനംകുറ്റിച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജെയ്ജു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. മുൻ MP രമ്യ ഹരിദാസ്, മുൻ MLA TV ചന്ദ്രമോഹൻ, KPCC സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, ഷാജി J കോടങ്കണ്ടത്ത്, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. തൃശൂരിൽ എക്സൈസിന്റെ വൻ മയക്കുമരുന്ന് വേട്ട. 2 ഇടങ്ങളിൽ നിന്നായി 32 ഗ്രാം MDMA പിടികൂടി. കൂർക്കഞ്ചേരിയിലും മണ്ണുത്തിയിൽ നിന്നുമായി 2 പേർ അറസ്റ്റിൽ. പടവരാട് സ്വദേശി പ്രവീണിൽ നിന്ന് 30 ഗ്രാം MDMAയും നെല്ലങ്കര സ്വദേശി അഖിലിൽ നിന്ന് 2 ഗ്രാം MDMAയുമാണ് പിടികൂടിയത്. മധ്യമേഖല എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം മുജീബ് റഹ്മാന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ KK സുധീറും സംഘവും നടത്തിയ പരിശോധനയിലാണ് തൃശൂർ നഗരത്തിലെ 2 ഇടങ്ങളിൽ നിന്നായി അതിമാരക രാസലഹരിയായ മെക്സിക്കൻ സ്പെഷ്യൽ എന്ന പേരിൽ അറിയപ്പെടുന്ന MDMA പിടികൂടിയത്. സംഭവത്തിൽ അറസ്റ്റിലായ പ്രവീൺ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ബാങ്കിലെ കളക്ഷൻ വിഭാഗം ഏരിയ മാനേജറാണ്. പ്രതി മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത് ബാങ്ക് ജോലിയുടെ മറവിലായിരുന്നുവെന്നും വിദ്യാർത്ഥികളാണ് ഇവരുടെ ഇരകളെന്നും എക്സൈസ് സംഘം പറഞ്ഞു. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്, വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണ്. അത് കമ്മീഷണർ സ്ക്വാഡിലെ PO മുജീബ് റഹ്മാൻ കിട്ടിയ ഒരു വിവരം അനുസരിച്ചാണ് ഞങ്ങളവിടെ എത്തി. അങ്ങനെയാണ് ഞങ്ങൾ ക്യാച്ച് നടക്കുന്നത്. കളക്ഷൻ ഏജൻ്റായിരുന്നു, അതിൻ്റെ മറവിലായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ അറിവ്. കൂടുതൽ അന്വേഷണം നടത്തണം. മധ്യമേഖല കമ്മീഷൻ സ്ക്വാഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ നിരവധി കേസുകൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഞ്ചാവ് കേസുകളാണ് കൂടുതൽ നമുക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ കഞ്ചാവിൽ നിന്നും വിദ്യാർത്ഥികൾ വളരെയധികം മാറി MDMA വണ്ടി ചെക്ക് ചെയ്യുമ്പോഴും പിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ ആണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അതിനെ ഞങ്ങൾ വളരെയധികം നിരീക്ഷിച്ച് വരുന്നുണ്ട്. അങ്ങനെ നിരീക്ഷണത്തിൻ്റെ ഒരു ആഴ്ചകളോളം നിരീക്ഷിച്ചതിന് ശേഷമാണ് ബാങ്കിൽ നിന്നും തന്നെ ഈ ഒരു സാധനം സപ്ലൈ ചെയ്യുന്ന ആളിങ്ങനെ സപ്ലൈ ഉണ്ടെന്നുള്ള അറിവ് കിട്ടിയത്. അതിനനുസരിച്ച് പല ആൾക്കാരെ ദിവസങ്ങളോളം ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടാണ് അവസാനം ഞങ്ങൾ ഈ ഒരു പ്രതിയിലേക്ക് എത്തിയത്. ഞങ്ങൾ മണ്ണുത്തിയിൽ നിന്ന് വേറെ പ്രതിയെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള പ്രതികളും അറസ്റ്റുകളും ഇതിൻ്റെ ബാക്കിലുണ്ടായിരിക്കും. ബംഗളൂരുവിൽ നിന്നാണ് പ്രതികൾ MDMA കൊണ്ടുവന്നിരുന്നത്. എക്സൈസ് സ്ക്വാഡ് അംഗങ്ങളായ അനന്തൻ, നിസാം, സിജോമോൻ, ലത്തീഫ്, ബിജു, ബിനീഷ്, ഷീജ, ഡ്രൈവർ ഷൈജു എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. TCV ന്യൂസ് തൃശൂർ. ചാവക്കാട് ബീച്ചിൽ വീണ്ടും ശക്തമായ വേലിയേറ്റം. ബ്ലാങ്ങാട് ബീച്ചിലും കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് പരിസരങ്ങളിലും വേലിയേറ്റം മൂലം കടൽവെള്ളം കരയിലേക്ക് അടിച്ചുകയറി. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് വേലിയേറ്റം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ഉണ്ടായതിനേക്കാൾ ശക്തമായ രീതിയിലായിരുന്നു കടൽവെള്ളം കരയിലേക്ക് അടിച്ചുകയറിയത്. ലൈറ്റ് ഹൌസ് പരിസരത്തെ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് മുങ്ങി. സമീപത്തെ കടകളിലേക്കും വെള്ളം കയറി. കരയിൽ കയറ്റിവെച്ചിരുന്ന മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. വെള്ളം മെയിൻ റോഡിനോടടുത്തുവരെ എത്തി. സമീപത്തെ മീൻ കമ്പനികൾ ഉൾപ്പെടെയുള്ള കടകളിലേക്ക് വെള്ളം കയറി. കടൽ തീരത്തെ താൽക്കാലിക കടകളെല്ലാം വെള്ളത്തിൽ മുങ്ങി. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വേലിയേറ്റം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി കട ഉടമ കരിമ്പൻ ഷാജി പറഞ്ഞു. ഇപ്പോൾ ഇവിടുന്ന് കട തുറക്കാൻ പറ്റുന്ന അന്തരീക്ഷത്തിലാണ് നിൽക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും നിങ്ങൾ ചായച്ചെന്നെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
എല്ലാ കൊല്ലം വെള്ളം അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. തൊട്ടാപ്പ് ലൈറ്റ് പരിസരത്തിന് സമീപത്തെ കൾവേർട്ട് റോഡ് വഴി കിഴക്കുവശത്തെ വീടുകളിലേക്ക് കടൽവെള്ളം അടിച്ചുകയറി. ചില വീടുകളിൽ മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയാണ്. അടിക്കടി ഉണ്ടാകുന്ന വേലിയേറ്റം മൂലം ബ്ലാങ്ങാട് ബീച്ചിലെ വ്യാപാരികൾ ആശങ്കയിലാണ്. TCV ന്യൂസ്, ചാവക്കാട്. മുല്ലശ്ശേരി KLDC കനാലിലേക്ക് പുഴയിൽ നിന്നും വീണ്ടും ഉപ്പുവെള്ളം കയറുന്നതായി കർഷകരുടെ പരാതി. ഇടിയഞ്ചിറ താൽക്കാലിക വളയം ബണ്ടിന്റെ കനാലിൽ മഴയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് പൊളിച്ച മധ്യഭാഗത്തെ കഴഭാഗം വഴിയാണ് ഉപ്പ് കയറുന്നത്. പുല്ലൂർ ഭാഗം വരെ ഉപ്പുവെള്ളം കയറിയതായി വിവിധ പടവ് കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. 80 സെന്റിമീറ്റർ അധികം ഉപ്പുവെള്ളം വേലിയേറ്റത്തിൽ പുഴയിൽ ഉയരുന്നുണ്ട്. ഇതോടെ മുല്ലശ്ശേരി വെങ്കിടങ്ങ് പറപ്പൂർ അടാട്ട് മേഖലയിലെ 10,000 ഏക്കർ നെൽകൃഷി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കതിരുവന്ന് വിളവെടുപ്പിന് 1 മാസം മാത്രം ബാക്കിയുള്ള നെൽച്ചെടികൾ മുതൽ 40 ദിവസം പ്രായമായ നെൽച്ചെടികൾ വരെ ഈ മേഖലയിലുണ്ട്. വിവിധ പ്രായത്തിലുള്ള നെൽച്ചെടികളെയെല്ലാം ഉപ്പുവെള്ളം സാരമായി ബാധിക്കും. ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണത്തിന്റെ ഭാഗമായി ഷട്ടറുകളെല്ലാം ഊരിമാറ്റിയിരിക്കുകയാണ്. ഇതുവഴിയാണ് പുഴയിലെ വേലിയേറ്റത്തിൽ ഉപ്പുവെള്ളം ശക്തമായി കനാലിലേക്ക് കയറുന്നത്. നവംബർ പകുതിയോടെയാണ് താൽക്കാലിക വളയംബണ്ടിന്റെ പണികൾ പൂർത്തിയായത്. എന്നാൽ കഴിഞ്ഞ ന്യൂനമർദ്ദ മഴയിൽ കനാലിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ താൽക്കാലിക വളയംബണ്ടിന്റെ 30 മീറ്റർ ഭാഗം പൊളിക്കേണ്ടി വന്നു. പൊളിച്ച വളയംബണ്ടിന്റെ ഭാഗങ്ങൾ തുറന്നു കിടക്കുന്നതിനാൽ കർഷകരെല്ലാം ആശങ്കയിലാണ്. ഈ ഭാഗം മുളക്കാലുകൾ കുത്തി മണ്ണിട്ടടയ്ക്കുന്ന ജോലികൾ ഇപ്പോൾ സാവകാശമാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കനാലിൽ ജലനിരപ്പ് ഉയർന്നാൽ വേലിയേറ്റത്തിൽ ഉപ്പുവെള്ളം കയറുന്നത് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കും. ചിമ്മിനി ഡാമിൽ നിന്ന് തുറന്നുവിട്ട വെള്ളം മുല്ലശ്ശേരി കനാലിലെത്താൻ ഇനിയും ദിവസങ്ങളെടുക്കുമെന്നാണ് കർഷകർ പറയുന്നത്. TCV ന്യൂസ്, പാവറട്ടി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ LDFന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നേതാക്കളും പോലീസുമായി വാക്കേറ്റം നടന്നു. ഇതോടെ ടെമ്പിൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നേതാക്കളായ അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, K ദിലീപ് കുമാർ, PI ഷൌക്കത്ത് അലി, P വിനു, PM സിദ്ദീഖ്, ഫിറോഷ് ത്രിവേണി, CM നൌഷാദ്, സുനിൽ ലാലു, PR വിജയൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. കേബിൾ TV ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുന്നതിനായി COAയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കേരള വിഷന്റെ കീഴിലുള്ള കോളങ്ങാട്ടുകര 9 വിഷൻ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഫീസിൽ കോമൺ സർവീസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കോർപ്പറേറ്റ് കുത്തകകളുടെ അധിനിവേശത്തിനെതിരായ ജനകീയ ബദലിലൂടെ കൂട്ടായ്മ എന്ന മൂലധനവുമായി പ്രവർത്തന ഘടന പുനഃക്രമീകരിച്ചുകൊണ്ട് ശക്തമായി മുന്നേറണമെന്ന് കോമൺ സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് KCCL ചെയർമാൻ K ഗോവിന്ദൻ പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകി മാതൃകാപരമായി പ്രവർത്തിക്കാൻ കോമൺ സർവീസ് സെന്ററിലൂടെ കഴിയണമെന്ന് CSCയുടെ പ്രവർത്തനം വിശദീകരിച്ചുകൊണ്ട് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് പറഞ്ഞു. 9 വിഷൻ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ സന്തോഷ് ജോസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, തൃശൂർ കേരള വിഷൻ MD T ജയപ്രകാശ്, COA ജില്ലാ ട്രഷറർ CG ജോസ്, 9 വിഷൻ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് MD KR അനിലൻ, COA കേച്ചേരി മേഖലാ പ്രസിഡന്റ് പോൾ ജേക്കബ്, COA കേച്ചേരി മേഖലാ സെക്രട്ടറി AR രജി തുടങ്ങിയവർ സംസാരിച്ചു. കോളയങ്ങാട്ടുകര 9 വിഷൻ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിലെ 15 ഓപ്പറേറ്റർമാരുടെ കേബിൾ TV ഇന്റർനെറ്റ് സേവനവും കസ്റ്റമർ കെയർ സർവീസും ഒരേ കേന്ദ്രത്തിൽ നിന്ന് മികവുറ്റ രീതിയിൽ ലഭ്യമാക്കുവാൻ ലക്ഷ്യമിട്ടാണ് കോമൺ സർവീസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. പുറത്തേക്ക് മാറ്റിയ പ്രാദേശിക നിവാസികളുടെ ദർശനത്തിനായുള്ള ക്യൂ സിസ്റ്റം പഴയ നിലയിൽ ക്ഷേത്രത്തിനകത്ത് തന്നെ പുനഃസ്ഥാപിക്കും. മുതിർന്ന പൌരന്മാരുടെ ക്യൂ ക്ഷേത്രത്തിന് പുറത്തുള്ള ക്യൂ കോംപ്ലക്സിൽ തന്നെ നിലനിർത്തും. ക്യൂവിൽ ആവശ്യമായ ഫാനും വെളിച്ചവും ഉൾപ്പെടെയുള്ള സൗകര്യമൊരുക്കും. ദേവസ്വം ഭരണസമിതി യോഗത്തിലാണ് ഈ തീരുമാനം. ചലച്ചിത്ര സീരിയൽ താരം മീന ഗണേഷ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ ഷൊർണൂരിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് 4 ദിവസം മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 200ഓളം സിനിമകളിലും 25ഓളം സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട്. നാടകരംഗത്തു നിന്നാണ് ചലച്ചിത്ര രംഗത്തെത്തിയത്. ഭർത്താവ് ഗണേഷും നാടക ചലച്ചിത്ര നടനായിരുന്നു. 1976 പുറത്തുവന്ന മണിമുഴക്കമാണ് ആദ്യ ചിത്രം.
വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ, മീശമാധവൻ, നന്ദനം, അമ്മക്കിളിക്കൂട്, സെല്ലുലോയിഡ് തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ ശ്രദ്ധേയമായിരുന്നു. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കുറച്ചു കാലമായി അഭിനയ രംഗത്തു നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു. നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരമാണ് മീന ഗണേഷ്. കഴിഞ്ഞ 4 വർഷങ്ങളായി സിനിമകളിലൊന്നും അഭിനയിച്ചിരുന്നില്ല. 1976 ചലച്ചിത്ര രംഗത്തേക്കുള്ള മീന ഗണേഷിന്റെ പ്രവേശനം. കലാഭവൻ മണിയുടെ അമ്മയായി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. നെഗറ്റീവ് റോളുകളും ഹാസ്യ കഥാപാത്രങ്ങളുമെല്ലാം മീന ഗണേഷിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. സംഗീത നാടക അക്കാദമി, ഗുരുപൂജ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് മീന ഗണേഷിനെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും എത്തിയത്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞു നടത്തിയ CPM സമ്മേളനത്തെ ന്യായീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം എ. വിജയരാഘവൻ. തൃശൂർ കേച്ചേരിയിൽ കുന്നംകുളം ഏരിയ സമ്മേളനത്തിലായിരുന്നു വിചിത്രവാദം. എല്ലാവരും കാറിൽ കയറി പോകേണ്ട കാര്യമുണ്ടോ എന്നും നടന്നുപോയാൽ പോരെയെന്നുമാണ് എ. വിജയരാഘവൻ ന്യായീകരിച്ചത്. എന്തൊരു ട്രാഫിക് ജാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ട്രാഫിക് ജാം ഇല്ലേ? ഇവരെല്ലാവരും കൂടി കാറിൽ കയറി പോകേണ്ട കാര്യമുണ്ടോ? റോഡ് സൈഡിൽ CPM പൊതുയോഗം വച്ചു എന്നാണ് പറയുന്നത്. കേസ് കൊടുക്കാൻ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് കേസ് കൊടുക്കുന്നത്. കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി കുടുങ്ങിയില്ലേ മനുഷ്യൻ? ഏതോ റോട്ടേക്കെല്ലാം സ്റ്റേജ് കെട്ടി തുടങ്ങിയില്ലേ? അപ്പോഴേക്കും മറ്റേ കേസ് സുപ്രീം കോടതിയിലേക്ക്. എന്തിനും ഇവിടെ ഒരു ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിന് സ്റ്റേജ് കെട്ടി സുപ്രീം കോടതിയിൽ പോയി കേസ് എടുക്കുക? എന്താ കാര്യം? എന്തൊരു ട്രാഫിക് ജാം! അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടാവില്ലേ? ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട് നമ്മളെ പൊതുയോഗത്തിൽ നിന്ന്. അല്ലെങ്കിൽ കേച്ചേരിയിൽ ട്രാഫിക് ജാം ഇല്ലേ? 10 മനുഷ്യന് പോകാൻ കുറച്ച് സ്ഥലം മതി. പക്ഷെ 10 കാർ പോകാൻ എത്ര സ്ഥലം വേണം? പണ്ടൊക്കെ നടന്നായിരുന്നില്ലേ പോയിരുന്നത്? ഇത്ര വലിയ കാർ വേണോ? ചെറിയ കാറിൽ പോയാൽ പോരെ എന്ന് എ. വിജയരാഘവൻ പറഞ്ഞു. 10 മനുഷ്യൻ എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിക്കുക. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോഴും 25 കാർ ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാർ കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ. കാർ എടുത്ത് അമ്മായിയമ്മയെ കാണാൻ പോവുകയാണ്. ചിലർ സല്ലപിച്ച് വർത്തമാനം പറഞ്ഞാണ് പോകുന്നത്. അത്യാവശ്യത്തിനുള്ള കാർ യാത്രയൊക്കെ കുറവായിരിക്കും. എന്തിനാണ് ജാഥ നടത്തുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത്. CPM പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കുന്നതിനാണെന്നും എ. വിജയരാഘവൻ പറഞ്ഞു. മെല്ലെ അങ്ങനെ ഉരുട്ടി പോണ്ടാവും. അമ്മായിമ്മേനെ കാണാൻ പോകും. ഞായറാഴ്ച തിരക്ക് കൂടുതലാണ്. വർത്താനം പറഞ്ഞു സല്ലപിച്ചു. അത്യാവശ്യത്തിന്റെ പോക്കയിൽ വളരെ കുറവായിരിക്കും. ഞാൻ അതിനെതിരൊന്നുമില്ല. കാറുള്ളോ കാറ് പോയിക്കോട്ടെ. അപ്പോ കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. TCV ന്യൂസ്, കുന്നംകുളം. വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ തുടർച്ചയായി 2ാം ദിവസവും കാട്ടാനക്കൂട്ടമിറങ്ങി. 5 ആനകളാണ് പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത്. പാലപ്പള്ളി പിള്ളത്തോട് പാലത്തിന് സമീപത്ത് നിന്ന് തോട്ടത്തിലൂടെത്തിയ ആനകൾ കാരിക്കുളം കടവിൽ വ്യാഴാഴ്ച പുലർച്ചെ വരെ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. പറമ്പുകളിൽ കൃഷി നശിപ്പിച്ച ആനകൾ റോഡ് മുറിച്ചു കടന്ന് ഹാരിസൺ തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആനകളെ കാടുകയറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഈ ആനകളാണ് ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത്. രാത്രിയിൽ തോട്ടങ്ങൾ കടന്നുവരുന്ന ആനകൾ ജനവാസ മേഖലയിൽ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കല്ലേലി സജീവന്റെ പറമ്പിലെ വാഴകളും തെങ്ങുകളും കവുങ്ങുകളും ആനക്കൂട്ടം നശിപ്പിച്ചിരുന്നു. ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് തടയാൻ നടപടി ആവശ്യപ്പെട്ട് മലയോര കർഷക സമിതി പ്രവർത്തകർ പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകി. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ രാജ്യസഭയിൽ പരസ്യമായി അവഹേളിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ PKS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ടൌണിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ ധർണ PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ PA പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, PA ലജുക്കുട്ടൻ, C ഗോപിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ PK കൃഷ്ണൻകുട്ടി, NK പ്രമോദ് കുമാർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്മസിന് എന്നും ശ്രദ്ധേയമായ സ്ഥാനമാണ് നക്ഷത്രങ്ങൾക്കുള്ളത്. കടലാസ് മുതൽ ആപ്പ് സ്റ്റാർ വരെയുള്ള പുതുമയാർന്ന നക്ഷത്രങ്ങളാണ് ഇത്തവണത്തെ വിപണിയെ സവിശേഷമാക്കുന്നത്.
യേശുവിന്റെ പിറവിയിൽ കിഴക്കുദിച്ച നക്ഷത്രത്തിന്റെ പ്രതീകമാണ് ഡിസംബറിലെ മഞ്ഞിൽ പ്രകാശിക്കുന്ന ഓരോ നക്ഷത്രങ്ങളും. ക്രിസ്മസിനെ വരവേൽക്കാൻ ഡിസംബർ ആദ്യം തന്നെ നക്ഷത്രങ്ങൾ മിന്നിത്തുടങ്ങി. ഇത്തവണയും പുതുമയാർന്ന നക്ഷത്രങ്ങളാൽ വിപണി സജീവമാണ്. പഴമയും പുതുമയും ഒന്നുചേരുന്ന പല വലിപ്പത്തിലും നിറത്തിലുമുള്ള മുള കൊണ്ടുള്ള നക്ഷത്രങ്ങൾ ഇന്ന് ട്രെൻഡിംഗ് ആണ്. ചൂരൽ കൊണ്ടുള്ള ഫ്രെയിമിൽ വൈക്കോൽ നിറച്ച ബാംബു സ്റ്റാർ വാങ്ങാൻ ആവശ്യക്കാർ ഏറെയാണ്. മീൻമുള്ള്, ഡയമണ്ട്, പറവ, ചക്രം എന്നീ വ്യത്യസ്ത പേരുകളിലും വേട്ടയാൻ, ARM എന്നീ സിനിമാ പേരുകളിലുമുള്ള LED സ്റ്റാറുകൾ ലഭ്യമാണ്. ട്യൂബ് ഫ്രെയിം കൊണ്ടുള്ള നക്ഷത്രങ്ങളാണ് ഇത്തവണ മറ്റൊരു ഹൈലൈറ്റ്. തലച്ചക്രം, തിരുപ്പൻ എന്നീ വിളിപ്പേരുള്ള ട്യൂബ് ഫ്രെയിം നക്ഷത്രങ്ങൾ വാങ്ങാനും തിരക്കേറുകയാണ്. മാൻ, ബെൽ, ക്രിസ്മസ് പാപ്പ, കുഴലൂതുന്ന മാലാക തുടങ്ങിയ പലതരം രൂപങ്ങളിലുള്ള നിയോൺ നക്ഷത്രങ്ങളും ശ്രദ്ധയാകർഷിക്കുന്നവയാണ്. അനാർ, തീപ്പരി ഡ്രാഗൺ എന്നീ പേരുകളിൽ കൗതുകമുണർത്തുന്ന നക്ഷത്രങ്ങളുമുണ്ട്. പല നിറങ്ങളിലും ഡിസൈനുകളിലും കടലാസ നക്ഷത്രങ്ങളിലും വ്യത്യസ്തത കൊണ്ടുവന്നതും ഇക്കുറി ശ്രദ്ധേയമാണ്. 40 രൂപ മുതൽ 280 രൂപ വരെ വില വരുന്ന കടലാസ നക്ഷത്രങ്ങളുണ്ട്. റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന ആപ്പ് സ്റ്റാർ ആണ് ഇത്തവണത്തെ താരം. 200 ഡിസൈനുകളിൽ പ്രകാശിപ്പിക്കുന്ന ആപ്പ് സ്റ്റാറിന് 600 രൂപയാണ് വില. കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണ കാഴ്ചകളുമായി നക്ഷത്രങ്ങളുടെ ഒരു ലോകം തന്നെയാണ് ചുറ്റും. ക്യാമറമാൻ CB പോട്ടോറിനോടൊപ്പം ഡെൽന ലാസർ. ക്രിസ്മസിന് ഒരാഴ്ച ബാക്കി നിൽക്കെ ആഘോഷങ്ങൾക്ക് നിറം പകരാൻ വിപണിയിൽ തിരക്കേറി. ഉണ്ണിയേശുവിന്റെ രൂപം, സ്റ്റാർ, ട്രീ ഡെക്കറേഷൻ, റെഡിമെയ്ഡ് പുൽക്കൂടുകൾ, സാന്താക്ലോസ് പ്രതിമകൾ, ഫൈബറിലും പ്ലാസ്റ്റിക്കിലും നിർമ്മിച്ച മഞ്ഞുതുള്ളികൾ ഇറ്റുവീഴുന്ന ക്രിസ്മസ് ട്രീകൾ, ക്രിസ്മസ് പുതുവർഷ ആശംസാ കാർഡുകൾ, ചുവപ്പും വെള്ളയും നിറത്തിലുള്ള സാന്താക്ലോസ് വസ്ത്രങ്ങൾ, തൊപ്പികൾ എന്നിവ കൂടാതെ ചൈനയിൽ നിന്നുള്ള നിയോൺ നക്ഷത്രങ്ങൾ, മാൻ, ബെൽ, LED നക്ഷത്രങ്ങൾ എന്നിവയ്ക്കും ആവശ്യക്കാരേറെയാണ്. അലങ്കാര സാമഗ്രികളും ലൈറ്റുകളും സാന്താക്ലോസിന്റെ സമ്മാനപ്പൊതികളും തുടങ്ങി വീട്ടിലേക്കാവശ്യമായ സെറ്റുകൾ വരെ എല്ലായിടങ്ങളിലും സജ്ജമാണ്. പ്രത്യേകം ബെല്ലുകൾ അടിക്കുന്നതും പാട്ടുകൾ പാടുന്നതുമായ സംവിധാനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. പല നിറത്തിലുള്ള LED സ്റ്റാറുകളാണ് മിക്കവരുടെയും ചോയ്സ്. വിവിധ വലിപ്പത്തിലുള്ള ഇവയ്ക്ക് 150 രൂപ മുതൽ 2000 രൂപ വരെയാണ് വില. 100 മുതൽ 500 രൂപ വരെയുള്ള പേപ്പർ സ്റ്റാറുകളുമുണ്ട്. ത്രിമാന രൂപമുള്ള സ്റ്റാറുകളോടാണ് ആളുകൾക്ക് ഏറെ പ്രിയം. പ്ലാസ്റ്റിക്കിലും മൾട്ടിവുഡിലും മരത്തിലുമായി പുൽക്കൂടുകളുമുണ്ട്. പ്ലാസ്റ്റിക്കിന് 650 രൂപ മുതൽ വിലയുള്ളപ്പോൾ മരത്തിൻ്റെതിന് 350 രൂപയിൽ തുടങ്ങും. സ്റ്റാറുകൾ കുറെ പുതിയ ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. തൊപ്പികൾ കുറെ നല്ല ഐറ്റം പോകുന്നുണ്ട്. വീട്ടിൽ നല്ല ഐറ്റം പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പിക്കപ്പാണ്. 2-3 ദിവസമായിട്ട് നല്ല പിക്കപ്പാണ്. ആ പ്രദേശം നല്ല കച്ചവടം ഉണ്ടാകുന്ന പ്രദേശമുണ്ട്. നമ്മൾ കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് മുതൽ 6 അടി ഉയരം വരെയുള്ള ക്രിസ്മസ് ട്രീകളും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. 250 രൂപ മുതൽ 1400 രൂപ വരെയാണ് ഇവയുടെ വില. TCV കുന്നംകുളം. അതിരപ്പള്ളി കണ്ണൻകുഴിയിൽ ജ്യേഷ്ഠന്റെ വെട്ടേറ്റ് മരിച്ച ആദിവാസി യുവാവിന്റെ മൃതദേഹം ശാസ്താംപൂവം ഉന്നതിയിൽ സംസ്കരിച്ചു. വെട്ടേറ്റ് മരിച്ച സത്യന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്തത്. കേസിലെ പ്രതി ചന്ദ്രമണിയെ കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ്, അതിരപ്പള്ളി SHO V ബിജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. സംഘർഷത്തിനിടെ വെട്ടേറ്റ ചന്ദ്രമണിയുടെ ഭാര്യ മായ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. കഴിഞ്ഞ ദിവസം മദ്യപാനത്തിനിടെ ചന്ദ്രമണിയും സത്യനും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ആകാശവാണി തൃശൂർ നിലയം മേധാവി M ബാലകൃഷ്ണൻ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് JK നഗറിൽ തെക്കുംപുറത്തെ വീട്ടിൽ പരേതനായ രാമകുമാറിന്റെയും സ്വർണകുമാരിയുടെയും മകനാണ്. സംസ്കാരം നടന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പൂർണ്ണ സജ്ജമായ മാക്സിലോ ഫേഷ്യൽ സർജറി അത്യാഹിത വിഭാഗം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ അശോകൻ N ഉദ്ഘാടനം ചെയ്തു. ഡെന്റൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PM ഷമീന, മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാധിക M, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് PV, ARMO ഡോക്ടർ ഷിബി TG, HOD ഡോക്ടർ K ജയകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. വാഹനാപകടങ്ങളിലും മറ്റും പെട്ട് മുഖം, വായ എന്നിവയ്ക്ക് പരിക്കേൽക്കുന്നവർക്ക് ദ്രുതഗതിയിൽ ചികിത്സ നൽകുവാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.
കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി ബിജുലാൽ, സംസ്ഥാന സെക്രട്ടറി സ്കറിയ കിനാത്തോപ്പിൽ, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത്, അസോസിയേഷൻ സംസ്ഥാന ഉപദേശക സമിതി അംഗം ജി കെ പ്രകാശ്, സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ജില്ലാ സെക്രട്ടറി വി ആർ സുകുമാർ, ട്രഷറർ സുന്ദരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കോലഴി പൂവണി സെന്ററിൽ ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിയുടെ ആക്സിൽ ഒടിഞ്ഞു വീണത് വൻ ഗതാഗത കുരുക്കിനിടയാക്കി. തമിഴ്നാട്ടിൽ നിന്നും കമ്പി കയറ്റി വന്നിരുന്ന ലോറിയാണ് ആക്സിൽ ഒടിഞ്ഞതിനെ തുടർന്ന് മണിക്കൂറുകളോളം നടു റോഡിൽ കിടന്നത്. പിന്നീട് ക്രെയിൻ എത്തിച്ചെങ്കിലും റോഡിൽ നിന്ന് കുറച്ചു ദൂരം മാത്രമാണ് മാറ്റാനായത്. മറ്റൊരു ലോറി എത്തിച്ച് കമ്പി ഇതിൽ കയറ്റിയ ശേഷം ലോറി മാറ്റി വിയൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ ജില്ലാ നേതൃസമ്മേളനം തൃശൂരിൽ നടന്നു. കുറുപ്പം റോഡ് INTUC കെ കരുണാകരൻ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നിഖിൽ സതീശൻ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, മുൻ മേയർ രാജൻ പല്ലൻ, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വികാസ് വിവേകാനന്ദൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ലിയോ പോൾ, എക്സിക്യൂട്ടീവ് അംഗം ടോമിയാസ് ഫ്രാങ്ക്ലിൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. അർണോസ് സ്മാരകങ്ങളുടെ സംരക്ഷണത്തിൽ സർക്കാരും പുരാവസ്തു വകുപ്പും കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് അർണോസ് പാതിരി അക്കാദമിയും അർണോസ് ഫോറവും സംയുക്തമായി തൃശൂരിൽ ധർണ നടത്തി. ശക്തൻ കൊട്ടാരത്തിലെ കേരള പുരാവസ്തു വകുപ്പ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ പ്രൊഫസർ PV കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. അർണോസ് പാതിരി അക്കാദമി ഡയറക്ടർ ഫാദർ ജോർജ് തേനാടിക്കുളം അധ്യക്ഷനായിരുന്നു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, അഡ്വക്കേറ്റ് CK കുഞ്ഞിപ്പൊറിഞ്ചു, ബേബി മൂക്കൻ, ജോൺ കള്ളിയത്ത്, PMM ഷരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. അമ്മാടം പള്ളിപ്പുറം പാടത്ത് സ്കൂട്ടർ തോട്ടിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. ചാഴൂർ ദുബായ് റോഡിന് സമീപം തൊഴുത്തുംപറമ്പിൽ രാമദാസ് മകൻ 39 വയസ്സുള്ള ബിനിലാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ പള്ളിപ്പുറം പാടത്തായിരുന്നു സംഭവം. സ്കൂട്ടറിൽ പുല്ല് ശേഖരിക്കാൻ പോയ ബിനിലിനെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് റോഡിനോട് ചേർന്നുള്ള തോട്ടിലെ വെള്ളത്തിലേക്ക് പുല്ലുകെട്ടുകൾ സഹിതം സ്കൂട്ടർ മറിഞ്ഞു വീണ് ബിനിലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3199 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ആനയെഴുന്നള്ളിപ്പിന് ഹൈക്കോടതി ഏർപ്പെടുത്തിയ മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഉത്തരവ് പ്രായോഗികമല്ലെന്ന് സുപ്രീം കോടതി. ദേവസ്വങ്ങളുടെ ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ്. ആന എഴുന്നള്ളിപ്പ് സുപ്രീം കോടതി ഉത്തരവ് സ്വാഗതം ചെയ്ത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. നിയമനിർമ്മാണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ദേവസ്വങ്ങൾ. അമിതമായ വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കാതെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാത്മകമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന വിധമാണ് CPM കേരളത്തിൽ വർഗീയ കാർഡ് ഇറക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂരിൽ എക്സൈസിന്റെ വൻ മയക്കുമരുന്ന് വേട്ട. 2 ഇടങ്ങളിൽ നിന്നായി 32 ഗ്രാം MDMA പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിൽ. ചാവക്കാട് ബീച്ചിൽ വീണ്ടും ശക്തമായ വേലിയേറ്റം. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് വെള്ളത്തിൽ മുങ്ങി. തുടർച്ചയായുള്ള വേലിയേറ്റം മൂലം തീരദേശവാസികൾ ആശങ്കയിൽ. മുല്ലശ്ശേരി KLDC കനാലിലേക്ക് പുഴയിൽ നിന്നും വീണ്ടും ഉപ്പുവെള്ളം കയറുന്നതായി കർഷകരുടെ പരാതി. മുല്ലശ്ശേരി വെങ്കിടങ്ങ് പറപ്പൂർ അടാട്ട് മേഖലയിലെ 10,000 ഏക്കർ നെൽകൃഷി പ്രതിസന്ധിയിൽ. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.